പമ്പയിൽ നിന്നും സന്നിധാനം വരെ കൊട്ടിക്കയറി ഒരു കൂട്ടം കലാകാരന്മാർ അയ്യപ്പസ്വാമിക്ക് വാദ്യമേള സമർപ്പണം നടത്തി. തിരുവനന്തപുരം വെള്ളായണിയിൽ നിന്നുള്ള 28 അംഗ സംഘമാണ് അയ്യന് വാദ്യമേള സമർപ്പണം നടത്തിയത്. പമ്പ മുതൽ സന്നിധാനം വരെ വാദ്യമേളത്തോടെ എത്തിയപ്പോൾ ആ കാഴ്ച ഭക്തർക്കും അവിസ്മരണീയമായി മാറി. വെള്ളയാണി ശ്രീഭദ്ര കലാക്ഷേത്രത്തിൽ നിന്നുള്ള 28 അംഗ സംഘം പമ്പയിൽ നിന്നും ചെണ്ട കൊട്ടിക്കയറി സന്നിധാനത്തേക്ക് എത്തുകയാണ്. അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ഓരോ കലയും ഭഗവാന് സമർപ്പിതമാക്കാൻ കഴിഞ്ഞാൽ കലാകാരന്മാർക്ക് അത് ജീവിത പുണ്യം. ചെണ്ടമേളം പമ്പ മുതൽ കൊട്ടി സന്നിധാനത്തെത്തിയപ്പോൾ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹ കല അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചതിന്റെ ആഗ്രഹ സാഫല്യത്തിലാണ് ഇവരെല്ലാം. നമ്മൾ നേരത്തെ 41 ദിവസം വ്രതം നോക്കി കർപ്പൂരാഴ പൂജ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ തലേദിവസമാണ് കൺഫേം ആയത്. അപ്പോൾ ആ വ്രതവും കറക്റ്റായി വന്ന് ഭഗവാന്റെ നാളിൽ നല്ല രീതിയിൽ പരിപാടി അവതരിക്കാനും പറ്റി. ഇനി വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി പറഞ്ഞിട്ടുള്ളത്. കർപ്പൂരാഴി ഇന്നത്തേക്കും ഉണ്ട്, നാളത്തേക്കും ഉണ്ട്, 2 ദിവസം. നമ്മൾ വെള്ളായണി ക്ഷേത്രത്തിലെ മേളക്കാരാണ്. അവിടെ നിന്ന് തെക്കതിൽ കെട്ടി അവിടെ നിന്ന് മേളം ചെയ്ത് വണ്ടിയിൽ കയറി നേരെ ഇങ്ങനെ പമ്പയിൽ വന്നു. അവിടെ നിന്ന് രാവിലെ കുളി കഴിഞ്ഞ് 5 മണിക്ക് കയറി അത് നേരെ ഇവിടെ എത്തി. ഇനി അടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. 18 പടിക്ക് താഴെ വെള്ളയാണി ശ്രീഭദ്ര കലാക്ഷേത്രയിലെ വാദ്യ കലാകാരന്മാർ കൊട്ടിക്കയറി. സന്നിധാനത്ത് ചെണ്ടമേളം മുഴങ്ങിയപ്പോൾ ഭക്തർക്കും അത് ദൃശ്യ ശ്രവ്യ വിരുന്നായി മാറി. ഇന്നും നാളെയുമായി നടക്കുന്ന ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കർപ്പൂരാഴി ഘോഷയാത്രകൾക്ക് വേണ്ടിയാണ് 28 അംഗ സംഘം സന്നിധാനത്തെത്തിയത്. ക്യാമറമാൻ അനൂജ് ആനാവൂരിനൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം.